നമ്മുടെ വടക്കേ കേരളത്തിന്റെ വടകരയില് ഉത്സവ സീസണാണ് കേട്ടോ. ഇപ്പോ ഉത്സവ സീസൺ എന്ന് വെച്ച് പറയാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ നാട്ടിലെ ലാസ്റ്റ് ഉത്സവമാണ്. എന്തായാലും ഞങ്ങളതങ്ങ് കളറാക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളെ ക്ലബിന്റെ വകയിലുള്ള പൂക്കലശം പരവാണ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുന്നുണ്ട്. ഇതിപ്പോ പൂക്കലശത്തിന്റെ അണിയറ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ ഇപ്പൊ പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിക്കാറ് തന്നെയാണ് കേട്ടോ ഇതിന്റെ മൊത്തം ഭാരവാഹികള്. ഇവിടെ നോക്കിയാൽ കാണാം അവര് ഒരുപാട് കഷ്ടപ്പെട്ട് പൂക്കളൊക്കെ ഇതളിട്ട് സെറ്റാക്കി ഓരോ കാര്യങ്ങളൊക്കെ ആയി ചെയ്തു വരുന്നുണ്ട്. അപ്പോ നമ്മുടെ ചിന്നന്റെ ടീമാണ് ഇവിടെ ചെണ്ടക്കായിട്ട് എത്തിയിട്ടുള്ളത്. ചിന്നൻ കലാവേദി, അതായത് നമ്മുടെ തൃശ്ശൂരുള്ള ഗഡികളാണ്. അവർ എന്തായാലും തകർത്ത് പൊട്ടിക്കുന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് കാണാം, നമ്മുടെ വീഡിയോയിലുണ്ട്. എന്തായാലും നമ്മൾ പൂക്കലശത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളാണ്. നമ്മുടെ പൂക്കലശം പരവിടുന്ന് ഇറങ്ങാനുള്ള സമയത്ത് കരിമരുന്ന് പ്രയോഗത്തിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ കുഞ്ചുമുത്ത് എന്ന് പറയാ, ഇവിടെ നമ്മളെ കുഞ്ചു എന്ന് വിളിക്കുന്ന കുഞ്ചുമുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ അമ്പലത്തേക്ക് പോകാനുള്ള ഈ താലിപ്പൊലി വരവ് ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ സൈഡിലാണെങ്കിൽ നമ്മൾ പൂക്കലശം വരവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അമ്പലത്തിലേക്കുള്ള താലിപ്പൊലി വരവ് ആഘോഷമെല്ലാം അരങ്ങേറുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് കാണാം. നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ നല്ല നാടൻ ചിങ്കാരികളാട്ടാ കാണുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഡാൻസും നമുക്കിവിടെ കാണാം. നമ്മുടെ താലിപ്പൊരു ആഘോഷത്തില് എല്ലാവരും നല്ല ആക്റ്റീവാണ്, കിട്ടുവാക്കുന്നുണ്ട് നമ്മുടെ പരിപാടി. നമ്മുടെ നാട്ടിലെ റോഡിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വണ്ടിയൊക്കെ സൈഡിലൂടെ ഭാരവാഹികൾ കൺട്രോൾ ചെയ്ത് വിടുന്നുണ്ട്. എന്നാലും നമ്മുടെ പരിപാടി എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കുട്ടികൾ നല്ല ആക്റ്റീവായി ഡാൻസ് ചെയ്യാണ്. എന്നാലും താലിപ്പൊലി ആഘോഷപരവ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊട്ടപ്പുറം നമ്മുടെ പൂക്കലശം പരവ് സ്റ്റാർട്ടായിട്ടുണ്ട്.
എന്തായാലും ആഘോഷ സമൃദ്ധമായി നമ്മുടെ പൂക്കളശം വരവ് ഇപ്പോ ഇറങ്ങിയിരിക്കുകയാണ്. ഇരുടായി കേട്ടോ. എന്തായാലും സെറ്റപ്പായിട്ട് നല്ല വൈബായിട്ട് നല്ല പൊട്ടിക്കലാശമായി നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലുള്ളൊരു വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വില്ലേജിലുള്ള നമ്മുടെ ഈ ആഘോഷം ഇങ്ങനെ നീണ്ട് നിവർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഈ വരവങ്ങ് അമ്പലത്തിലെത്താൻ. അതുവരെ ആഘോഷ പെരുമഴ തന്നെയായിരിക്കും. നമുക്ക് കാണാം.
വില്ലേജിലെ പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അങ്ങനെ നമ്മളെ പൂക്കലശം വരവ് അമ്പലത്തിന്റെ നടയിൽ എത്തിയിരിക്കുകയാണ്. അവസാനം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ചെറിയൊരു പരിപാടിയും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പൂക്കലശം വരവ് ഇവിടെ എത്തിയതായും അതുപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ടീമിനായിട്ട് നമ്മുടെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. നമുക്ക് പുറമെ വേറെയും പൂക്കലശങ്ങൾ വരിവരിയായിട്ട് നമ്മുടെ പിറകെ വരുന്നുണ്ട്. നമ്മുടെ അവസാന കൊട്ടിക്കലാശാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് നടക്കുന്ന പരിപാടിയാണ്. നമ്മൾ പൂക്കളൊക്കെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. നമ്മുടെ നാട്ടില് വടകരയില് ഇങ്ങനെയാണ് ഉത്സവ സീസണുകളിൽ ആഘോഷങ്ങൾ അരങ്ങേറുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റിലൂടെ അറിയിക്കണം. ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെയാണ്, അടിപൊളിയാണ്.